إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും നമ്മിലേക്ക് വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിനു വേണ്ടി ഏതാനും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. സാധാരണ ഒരു മാസം വന്നു പോകുന്നത് പോലെ പരിശുദ്ധ റമളാൻ എന്നത് അങ്ങനെ വന്നു പോയി കൂടാ. മറിച്ച് പരിശുദ്ധ റമളാനിലെ എല്ലാ ഖൈറും ബറക്കത്തും നേടിയെടുക്കുന്ന യഥാർത്ഥ വിജയികളായി തീരുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ എന്നത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു അതിഥിയെ പോലെയാണത്. എന്താണ് അതിഥിയുടെ പ്രത്യേകത? ഒരു അതിഥി നമ്മിലേക്ക് കടന്നു വന്നാൽ ആ അതിഥി വരികയും വേഗത്തിൽ തിരിച്ചു പോവുകയും ചെയ്യും എന്നതുപോലെയാണ് പരിശുദ്ധ റമളാൻ. അത് വരും, അതിവേഗത്തിൽ കടന്നു പോവുകയും ചെയ്യും. സാധാരണ നമ്മിലേക്കൊരു അതിഥി കടന്നു വരുന്നു എന്നറിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഭൗതിക മുന്നൊരുക്കങ്ങളാണ് അതിനു വേണ്ടി നടത്തുക എന്നത് സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ റമളാനാകുന്ന അതിഥിയെ വരവേൽക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കാരണം പരിശുദ്ധ റമളാൻ അത് വരികയും തിരിച്ചു പോവുകയും ചെയ്യും, വേഗത്തിൽ പോകും. നോക്കൂ, കഴിഞ്ഞ റമളാൻ എത്ര വേഗത്തിലാണ് പ്രിയമുള്ളവരെ അത് കഴിഞ്ഞുപോയത്. റമളാൻ കഴിഞ്ഞൊരു വർഷം പിന്നിട്ടിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ റമളാൻ, അതുകൊണ്ട് തന്നെ ആ മാസം നിസാരമായി അങ്ങനെ പറഞ്ഞയക്കാൻ സാധിക്കുന്ന ഒന്നല്ല. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ എന്നത് നോമ്പിൻ്റെ, രാത്രി നിസ്കാരത്തിൻ്റെ, അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ, സദഖയുടെ, ദാനധർമ്മങ്ങളുടെ
സൽക്കർമ്മങ്ങളുടെ, നല്ല സംസാരങ്ങളുടെ, നല്ല വാക്കുകളുടെ, ഉദാരതയുടെ, ദിക്റിൻ്റെ, ശുക്റിൻ്റെ തുടങ്ങി അനേകം പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ റമളാനിൻ്റെ വരവ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ അറിയിച്ച രൂപം ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. അവിടുന്ന് പറഞ്ഞ വാക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഹാദാ റമളാൻ ഖദ് ജാഅകും, ഇതാ പരിശുദ്ധ റമളാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. തുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ആ മാസത്തിൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. വതുഗല്ലഖു ഫീഹി അബ്വാബുൻ നാർ, ആ മാസത്തിൽ നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. വതുസൽസലു ഫീഹി ശയാതീൻ, ആ മാസത്തിൽ പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് റമളാനിൻ്റെ വരവ് അറിയിച്ച രൂപമാണിത്. ഇതാ നിങ്ങളിലേക്ക് റമളാൻ വന്നിരിക്കുന്നു. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, അവിടുന്ന് പറഞ്ഞു, അതാകും റമളാൻ, ഇതാ നിങ്ങളിലേക്ക് റമളാൻ കടന്നു വന്നിരിക്കുന്നു. ഇതാ നിങ്ങളിലേക്ക് റമളാൻ സമാഗതമായിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. എന്താണ് റമളാനിൻ്റെ പ്രത്യേകത? അത് ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാകുന്നു. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, ആ മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പുകൾ നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആ മാസത്തിൽ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, കത്തിയെരിയുന്ന നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. വതുഗല്ലു ഫീഹി മറദതു ശയാതീൻ, പിശാചുക്കളിലെ കഠിനരായ ആളുകൾ അവരെ ബന്ധിക്കപ്പെടും, ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. ലില്ലാഹി ഫീഹി ലൈലത്തുൻ, ആ മാസത്തിൽ അല്ലാഹുവിനൊരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണത്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ആർക്കെങ്കിലും ആ രാത്രിയിലെ നന്മകൾ തടയപ്പെട്ടാൽ അവനെല്ലാ നന്മകളും തടയപ്പെട്ടിരിക്കുന്നു. സഹോദരങ്ങളെ നോക്കൂ, എന്തൊരു മഹത്തരമായ അറിയിപ്പാണിത്. പണ്ഡിതന്മാർ പറഞ്ഞു, റമളാനിൻ്റെ ആഗമനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ നമ്മെ അറിയിച്ചത് ആ റമളാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. ഇതെങ്ങനെ വരുന്നു എന്ന് പറയുന്നത് അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന് വേണ്ടി വ്യത്യസ്ത രൂപത്തിലാണ് ആളുകൾ മുന്നൊരുക്കങ്ങൾ നടത്താറുള്ളത്. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരു വിഭാഗം റമളാനായി കഴിഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും അത് വാങ്ങുകയും അത് സൂക്ഷിക്കുകയും അങ്ങാടികളിൽ അതിനുവേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. എത്രത്തോളം എന്നാൽ ഈ ആളുകളുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ, വിഭവങ്ങളുടെ കാര്യത്തിലുള്ള തിടുക്കവും ഉത്സാഹവും കണ്ടാൽ ഒരുപക്ഷെ റമളാൻ എന്നത് ഭക്ഷണത്തിൻ്റെ മാസമാണോ എന്ന് വരെ തോന്നിപ്പോകും. സഹോദരങ്ങളെ, ഇതിൻ്റെ അർത്ഥം റമളാനിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നോ അത് കഴിക്കാൻ പാടില്ല എന്നോ അല്ല. മറിച്ച് റമളാൻ എന്നത് ഭക്ഷണപാനീയങ്ങളുടെ മാസമല്ല, മറിച്ച് അത് ചുരുക്കേണ്ട മാസമാണ്. ഭക്ഷണവും നമ്മുടെ മറ്റു ആസ്വാദനങ്ങളും ഈ ഒരു മാസക്കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പിടിച്ചു വെക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇബാദത്തുകളിൽ ഉന്മേഷം കിട്ടുകയുള്ളൂ. അപ്പോഴേ നമുക്ക് നന്മകളിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജനങ്ങളിൽ ചിലർ ഇങ്ങനെയായിരിക്കും. നമുക്ക് കാണാം, റമളാൻ അടുക്കുമ്പോൾ പല രൂപത്തിലുള്ള TV ഷോകൾ കാണാം. നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ അതിൻ്റെ മുന്നിൽ അത് കണ്ടുകൊണ്ട് അതിൽ വ്യാപൃതരായി പോകുന്നത് പലപ്പോഴും ഖേദകരമായ സംഭവമാണ്. ഇന്ന് ടെലിവിഷൻ വേണ്ടതില്ല, നമ്മുടെ മൊബൈലുകളിൽ
പല രൂപത്തിലുള്ള വ്ളോഗുകൾ, ചാനലുകൾ സുലഭമാണ്. സഹോദരിമാരോട്, ഉമ്മമാരോട് നമ്മൾ ഉണർത്തി കൊടുക്കണം, നമ്മൾ വഞ്ചിതരായി പോകരുത്. അതല്ല റമദാനിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റമദാൻ മാസത്തിലെ അമൂല്യമായ സമയങ്ങൾ അതെങ്ങനെയാണ് തീർക്കുക എന്നാലോചിച്ച് കളിയിലും വിനോദങ്ങളിലും ഏർപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. നോമ്പായാൽ അതിൻ്റെ പകൽ ഇങ്ങനെയൊക്കെ സമയം ചെലവഴിക്കണം. അങ്ങനെയുള്ള കളികളും വിനോദങ്ങളും അത് തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. പൊതുവേ നമ്മുടെ ആയുസ് അത് അമൂല്യമാണ്. നമ്മുടെ സമയം എന്നത് അമൂല്യമാണ്, തള്ളി നീക്കാനുള്ളതല്ലത്. ഓരോ സമയവും ഓരോ സെക്കൻഡും അമൂല്യമാണ്. എന്നിരിക്കെ പരിശുദ്ധ റമദാനിലെ നിമിഷങ്ങൾ എങ്ങനെയാണ് നമ്മൾ വെറുതെ പാഴാക്കി കളയുക? ഒരു നിമിഷം, ഒരു സെക്കൻഡ്, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എത്രയാണ് പ്രതിഫലം! എന്നിരിക്കെ റമദാനിൻ്റെ സുദീർഘമായ പകലുകൾ കളിച്ചും ചിരിച്ചും വിനോദത്തിലേർപ്പെട്ടും എങ്ങനെ നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും? അങ്ങനെ ചില ആളുകളെ ജനങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം. മൂന്നാമത്തൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പരിശുദ്ധ റമദാനോ അതിലെ രാത്രികളോ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിൻ്റെ രാവോ, ഇതൊന്നും അറിയാത്ത, ശ്രദ്ധിക്കാത്ത, ചിന്തിക്കാത്ത ആളുകളായിരിക്കും. അവർക്ക് സാധാരണ അവരുടെ ആയുസ്, അവരുടെ ദിവസങ്ങൾ എങ്ങനെയാണോ കഴിഞ്ഞു പോവുക അതുപോലെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനും കഴിഞ്ഞു പോകും. അതിലൊരു നന്മകളും നേടിയെടുക്കാൻ സാധിക്കാതെ ആ മാസം, ആ അമൂല്യ ദിനങ്ങൾ, ആ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതാണ് ഏറ്റവും വലിയ നഷ്ടം. നാലാമത്തെ വിഭാഗം, പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർ പറഞ്ഞു, പരിശുദ്ധ റമദാൻ എന്ന് കേൾക്കുമ്പോൾ ആ റമദാനിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുന്നവരാണവർ. എങ്ങനെ? മാനസികമായി, ശാരീരികമായി, ഇബാദത്തുകൾ കൊണ്ട്. അഥവാ പരിശുദ്ധ റമദാനിൽ നോമ്പും രാത്രി നിസ്കാരവും ഇബാദത്തുകളും ഇതൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യണമെന്ന് ആലോചിച്ച്, ആഗ്രഹിച്ച്, ചിന്തിച്ച് അതിനുവേണ്ടി പഠിക്കുകയും അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ റമദാനിൽ സമയങ്ങളൊക്കെ ക്രമീകരിച്ച് ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ള അതീവ താല്പര്യത്തോടെ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി അവർ കാത്തിരിക്കും. അള്ളാഹു അക്കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പറയാൻ, പ്രിയമുള്ളവരെ, വളരെ എളുപ്പമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കെ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരും. സമയം വേഗത്തിൽ തീർന്നു പോകും. ഈ പറഞ്ഞ രൂപത്തിൽ പഠിച്ചും പ്രവർത്തിച്ചും മനസ്സിലാക്കിയും ഉൾക്കാഴ്ചയോടുകൂടി റമദാനിനെ വരവേൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് അള്ളാഹുവിനോട് നമ്മൾ തൗഫീഖിന് വേണ്ടി ചോദിക്കേണ്ടത്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പരിശുദ്ധ റമദാനിനെ വരവേൽക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റമദാനിൻ്റെ വരവിൽ നമ്മൾ സന്തോഷിക്കണം, നമുക്ക് ആഹ്ലാദമുണ്ടാവണം. അല്ലാതെ മനസ്സിൽ ഒരു പ്രയാസം തോന്നരുത്. ഇനിയിപ്പോൾ ഒരു മാസക്കാലം ബുദ്ധിമുട്ടാവുമല്ലോ, രാവിലെ ഭക്ഷണം കഴിക്കാൻ പറ്റൂലല്ലോ, മറ്റ് കളികളും വിനോദങ്ങളൊന്നും നടക്കൂലല്ലോ എന്ന ഒരു കുടുസത നമുക്കുണ്ടാവരുത്. മറിച്ച് നമുക്ക് നമ്മുടെ ഹൃദയം വിശാലമായിരിക്കണം. ഈ മാസത്തിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ തുറന്നു വെക്കണം. നമ്മൾ സന്തോഷിക്കണം. കാരണം ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിനു വേണ്ടി ഒരുങ്ങിയിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിനടിയിലാണ്. അടുത്ത റമദാനിൽ ശരിയാക്കാം, അടുത്ത റമദാനിൽ കൂടുതൽ ഉന്മേഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാം എന്നൊക്കെ വിചാരിച്ച പലരും ഇന്ന് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി 6 അടി മണ്ണിനടിയിലാണ്. ഇന്നലകളിൽ പല വാർത്തകളും നേരിട്ട് കേട്ടത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. എത്ര ആളുകൾ, സഹോദരങ്ങളെ, ആഗ്രഹിച്ചു പോയ പലർക്കും കിട്ടാതെ പോയ കാര്യത്തിലേക്കാണ്
ഇത് അള്ളാഹു നമ്മെ ബാക്കിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. നിസാരമായ ഒരു കാര്യമല്ല. റമദാനിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ പറയുക, ബിഫദ്ലില്ലാഹ് വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും കൊണ്ട് മാത്രമാണത്. ഫബിദാലിക ഫല്യഫറഹു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ ഏതൊരു അനുഗ്രഹങ്ങൾക്കും ഇത് ബാധകമാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്കത് ലഭിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകുന്ന ഇതുപോലെയുള്ള അമൂല്യമായ അനുഗ്രഹങ്ങളിൽ നമ്മൾ സന്തോഷിക്കണം. അള്ളാഹു പറഞ്ഞതുപോലെ ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ, നമ്മൾ എന്തൊക്കെ ദുനിയാവിൽ ഭൗതിക വിഭവങ്ങളായി സ്വരുക്കൂട്ടി വെച്ചുവോ അതിനേക്കാളെല്ലാം ഉത്തമമാണത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ട് അതിൻ്റെ കാര്യത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്. അതുപോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിലേക്ക് നമ്മൾ ധാരാളമായി ഇസ്തിഗ്ഫാറും തൗബയുമായി മുന്നിട്ട് ചെല്ലുക. കാരണം നമ്മുടെ കൈകളിലുള്ള, നമ്മുടെ ഹൃദയങ്ങളിലുള്ള പാപക്കറകൾ സൽക്കർമ്മങ്ങളെ തൊട്ട് നമ്മെ അകറ്റിക്കളയും. തിന്മകൾ എന്നത്, പാപങ്ങൾ എന്നത് അതിൻ്റെ അനന്തര ഫലങ്ങളിൽപ്പെട്ടതാണ്. സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നന്നായി ഇബാദത്തുകളുമായി മുന്നേറണം എന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ തിന്മകളെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. കാരണം റമദാൻ എന്നത് അത് പ്രിയമുള്ളവരെ ഒരു സുവർണാവസരമാണ്, പാപമോചനത്തിനുള്ള സുവർണാവസരമാണ്. നമ്മളെല്ലാവരും തെറ്റുകൾ, ന്യൂനതകൾ, കുറവുകൾ ഉള്ളവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിൻ്റെ മക്കൾ മനുഷ്യർ ധാരാളമായി അബദ്ധങ്ങൾ പിണയുന്നവരാണ്. ഖത്താഉൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുറച്ച് തിന്മകൾ എന്നല്ല അതിൻ്റെ അർത്ഥം, ധാരാളം എന്ന അർത്ഥം ലഭിക്കുന്ന വാക്കാണത്. എന്നാൽ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ധാരാളമായി അങ്ങനെ അബദ്ധം സംഭവിക്കുന്നവരിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് ഏറ്റവും ഉത്തമരായ ആളുകൾ. സഹോദരങ്ങളെ, ഇതൊരു സുവർണാവസരമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി റമദാൻ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീതുണ്ട്, അവിടുത്തെ പ്രാർത്ഥനയുണ്ട്. റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ അയാൾ തുലഞ്ഞു പോകട്ടെ, ദഖല അലൈഹി റമദാൻ, അയാളിലേക്ക് റമദാൻ പ്രവേശിച്ചു, റമദാൻ വന്നു ചേർന്നു. സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, എന്നാൽ അയാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുന്നേ ആ റമദാൻ അയാളിൽ നിന്നും വിട പറഞ്ഞുപോയി. റമദാനിൻ്റെ ഒരു മാസം വന്നു കിട്ടിയിട്ടും പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ ഒരാൾ ആ റമദാനിൽ നിന്ന് പുറത്തേക്ക് കടന്നാൽ അങ്ങനെയുള്ള ഒരുവൻ തുലഞ്ഞു പോകട്ടെ, നശിച്ചു പോകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, പരിശുദ്ധ റമദാനിൽ അള്ളാഹു പാപമോചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നരകമോചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അത് നേടിയെടുക്കാൻ ഒരാൾക്ക് സാധിച്ചില്ലെങ്കിൽ അയാളുടെ സ്വന്തത്തെയാണ് പഴി പറയേണ്ടത്. അയാൾ വലിയ അപകടത്തിലാണുള്ളത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ഇത് റമദാൻ വരാൻ ഇനിയും ദിവസങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിലേക്ക് എത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ്, അവൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് റമദാനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ആ റമദാനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ റമദാനിൽ ഇബാദത്തുകളിൽ മുഴുകാനും ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നതായി തീരുവാനും അള്ളാഹു നമ്മെ സഹായിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, സഹാബത്തിൽ ചിലർ പറഞ്ഞതുപോലെ
ലൗലല്ലാഹു മഹ്തദൈനാ വലാ സുംനാ വലാ സല്ലൈനാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അവൻ്റെ കാരുണ്യം, അവൻ്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഹിദായത്തിലാവുകയില്ല, നമ്മൾ നോമ്പെടുക്കുകയില്ല, നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളായി നമ്മൾ മാറിയത്. നമ്മെ ഈ മസ്ജിദിൽ ഇരുത്തിയ അള്ളാഹുവിന് കോടിക്കണക്കിന് മനുഷ്യർ പുറത്ത് നമുക്ക് കാണാം. ബിംബങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും ആൾദൈവങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കും സുജൂദ് ചെയ്യുന്നവരായിട്ട്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖാണത്. ഈ ഇരുത്തിയ നമ്മെ അങ്ങനെയുള്ള മറ്റു വല്ലതിൻ്റെയും മുന്നിലിരുത്താൻ കഴിവുള്ളവനാണ് റബ്ബ്. പക്ഷെ അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്ത് അവൻ്റെ മസ്ജിദിലാണ് കൊണ്ടിരുത്തിയത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു മരണം വരെ നമുക്കത് നിലനിർത്തി നൽകുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ വരുന്നതിന് മുന്നേ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും 3 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ. അതിലൊന്നാമത്തത്, ഒരടിമ തൻ്റെ റബ്ബിനോട് ദുആ ചെയ്യണം, അള്ളാഹുവേ പരിശുദ്ധ റമളാനിലേക്ക് നീ എത്തിക്കണേ. റമളാനിലേക്ക് എത്തിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം റമളാനിലേക്ക് എത്തിച്ചേരുക എന്നത് വലിയ കാര്യമാണ്. രണ്ടാമത്തേത്, പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിൽ എത്തിയാൽ മാത്രം പോരാ, റമളാനിൽ എത്തുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ലഭിക്കുകയും വേണം. അതിന് അള്ളാഹുവിനോട് ചോദിക്കണം. റബ്ബിനോടത് ചോദിച്ച് വാങ്ങേണ്ട കാര്യമാണത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമളാനിൽ എല്ലാവരും എത്തും, പക്ഷെ റമളാൻ മുതലെടുക്കുന്നവർ കുറവായിരിക്കും. മൂന്നാമത്തെ ഒരു പ്രാർത്ഥന, ചെയ്ത കർമ്മങ്ങൾ അള്ളാഹുവേ നീ സ്വീകരിക്കണേ, അള്ളാഹുവേ തൗഫീഖ് നൽകണേ എന്നതിനോടൊപ്പം ആ ചെയ്ത കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ. റമളാൻ കഴിയുമ്പോൾ പാപമോചനം ലഭിച്ച, നരകമോചനം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ. ഇങ്ങനെ 3 സുപ്രധാനമായ പ്രാർത്ഥനകൾ സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. അത് റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലേക്ക് അടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് എന്നോടെന്നതുപോലെ സൂചിപ്പിച്ചു വന്നത്. പരിശുദ്ധ റമളാനിലേക്ക് അടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ റമളാനിൻ്റെ പ്രത്യേകതയിൽപ്പെട്ട ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രധാനപ്പെട്ട ഒരു ഹദീസ്. അവിടുന്ന് പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് റമളാനിലെ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്ത് നന്നാക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ആ ഹദീസ് വിളിച്ചോതുന്നത്. നമ്മുടെ ഈമാൻ ഇത് ശരിയായിരിക്കണം. നമ്മുടെ വിശ്വാസം പൊതുവെ മൊത്തത്തിൽ നമ്മുടെ ഈമാൻ ശരിയാവണം. അതുപോലെ തന്നെ റമളാനിൻ്റെ കാര്യത്തിൽ അള്ളാഹു എനിക്ക് ഈ നോമ്പ് നിർബന്ധമാക്കിയതാണ്, ഇതെൻ്റെ ദീനിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് എന്ന ഈമാൻ നമുക്കുണ്ടായിരിക്കണം. എല്ലാവർക്കും നോമ്പ്, നമുക്കും നോമ്പ്, അങ്ങനെയല്ല. വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ നോമ്പെടുക്കേണ്ടത്. അതുപോലെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, വേറൊരാളെയും ബോധിപ്പിക്കാനോ തൃപ്തിപ്പെടുത്താനോ നമുക്കില്ല.
അങ്ങനെ ഒരാൾ നിയ്യത്ത് നന്നാക്കി നോമ്പ് അനുഷ്ഠിച്ചാൽ അയാളുടെ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുമെന്നതാണ്. സഹോദരങ്ങളെ, നമ്മുടെ നിയ്യത്ത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റമളാനുമായി ബന്ധപ്പെട്ട് 2 രൂപത്തിൽ നമുക്ക് കാണാം. ഒന്ന്, മൊത്തത്തിൽ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ നിയ്യത്താക്കുക. എല്ലാ സൽക്കർമ്മങ്ങളും, റമളാനിൽ സൽക്കർമ്മങ്ങൾ ഞാൻ പ്രവർത്തിക്കും എന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ അങ്ങനെ നമ്മൾ നിയ്യത്താക്കുക. ആ നിയ്യത്തിന് തന്നെ പ്രതിഫലം ലഭിക്കും. നമുക്കത് മുഴുവനും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കൂടി നമ്മുടെ നല്ല നിയ്യത്തിന് അള്ളാഹു പ്രതിഫലം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ ഒരാൾ ഒരു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരു നന്മ രേഖപ്പെടുത്തും. റമളാനിൽ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിൽ എല്ലാ നന്മകളും പരമാവധി ഞാൻ പ്രവർത്തിക്കുമെന്ന് നിയ്യത്താക്കിയാൽ ആ നിയ്യത്തിന് തന്നെ പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും. രണ്ടാമത്തെ ഒരു രൂപം എന്നത് ഓരോന്നും വ്യത്യസ്തമായി നമ്മൾ ഉദ്ദേശിക്കുക. നമ്മുടെ മനസ്സിൽ നിർബന്ധമായ നിസ്കാരവും അതുപോലെ നിർബന്ധമായ നോമ്പും അതിനു പുറമെ ഐച്ഛികമായ ഓരോന്നും നമ്മൾ നിയ്യത്താക്കുക. റമളാനിൽ ഇത്ര ഖത്ം, ഇത്ര ഖുർആൻ ഞാൻ പാരായണം ചെയ്യും, അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കും എന്ന് നമ്മൾ നിയ്യത്താക്കണം. അതുപോലെ തന്നെ സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ ഇന്ന രൂപത്തിൽ ഇന്ന മേഖലകളിൽ ചിലവഴിക്കും. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഓരോന്നും വ്യത്യസ്തമായി നമുക്ക് സാധിക്കുന്ന രൂപത്തിലുള്ള നിയ്യത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. അതിനുവേണ്ടി നമ്മൾ സമയങ്ങൾ ക്രമീകരിക്കുക. നമ്മുടെ ജോലികളും നമ്മുടെ കച്ചവടങ്ങളും അതൊക്കെ നമ്മൾ ക്രമീകരിച്ച് അങ്ങനെ ഉള്ള ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെ നല്ല നിയ്യത്തോടെ റബ്ബിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ റമളാനിനെ വരവേൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, ഈ മാസം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ മനസ്സിൻ്റെ കറകൾ, ഹൃദയത്തിൻ്റെ എല്ലാ പാപക്കറകളും മോശമായ എല്ലാ ദുശ്ചിന്തകളും മാറ്റാൻ സാധിക്കുന്ന ഒരു മാസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു ശഹ്രി സബ്ർ വസലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹർ യുദ്ഹിബിന വഹറ സദ്ർ. ക്ഷമയുടെ മാസമായ റമളാൻ മാസമാണ് അവിടെ ഉദ്ദേശം. ആ മാസത്തിലെ നോമ്പും എല്ലാ മാസത്തിലും 3 ദിവസങ്ങളിലുള്ള നോമ്പും ഹൃദയങ്ങളിലുള്ള എല്ലാ മ്ലേച്ഛതകളും എല്ലാ കറകളും പോക്കിക്കളയുന്നതാണ്. നോക്കൂ, നോമ്പ്, റമളാനിലെ നോമ്പ് എന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയങ്ങളിലുള്ള കറകൾ അത് നീക്കിക്കളയും. അങ്ങനെ ഹൃദയങ്ങളിലുള്ള എല്ലാ കറകളും, പാപങ്ങളുടെ കറകളും, അതുപോലെ ഷിർക്കിൻ്റെ, റിയാഇൻ്റെ, നിഫാഖിൻ്റെ, അസൂയയുടെ, കുശുമ്പിൻ്റെ, വിദ്വേഷങ്ങളുടെ, പകയുടെ എല്ലാവിധ മ്ലേച്ഛതകളും എല്ലാവിധ കറകളും നീക്കുന്ന മാസമാണിത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ഒരുങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, ഏതാനും ചില കാര്യങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ പറഞ്ഞത് എന്നോടെന്നതുപോലെ സൂചിപ്പിച്ചു എന്ന് മാത്രം. റമളാനിലേക്ക് എത്തുമ്പോൾ ഈ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം ക്രമീകരിക്കാനും നമ്മൾ ശ്രദ്ധിക്കാനും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അഹോരാത്രം പരിശ്രമിക്കണമെന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുകയും സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകുകയും അത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളാക്കി മാറ്റുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين
وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم اشف مرضانا ومرضى المسلمين. اللهم فرج هم المهمومين من المسلمين، ونفس كرب المكروبين، واقض الدين عن المدينين، واشف مرضانا ومرضى المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين، والحمد لله رب العالمين.